ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺട്രോൾ സിസ്റ്റം ടോപ്പിക്സ് ആയിരുന്നു. അപ്പോൾ കൺട്രോൾ സിസ്റ്റം ടോപ്പിക്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ റൂട്ട് ലോക്കേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂട്ട് ലോക്കേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ചെറിയൊരു ടോപ്പിക്കും കൂടി ലെഫ്റ്റ് ചെയ്യുന്നുള്ളൂ. അതോടുകൂടി നമുക്ക് റൂട്ട് ലോക്കേഴ്സ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റൂട്ട് ലോക്കേഴ്സിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു റൂളും കൂടി നമ്മൾക്ക് അതിൽ പഠിക്കാനുണ്ട്. അത് ഒരു റൂളും കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഒറ്റ പ്രോബ്ലത്തിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എല്ലാ റൂളും നമുക്ക് അതിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ റൂൾ നമ്പർ 8 ആണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറും കാണണം, ആംഗിൾ ഓഫ് അറൈവലും കാണണം. ഓക്കെ, അപ്പം ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ എഴുതി വയ്ക്കുക. ആംഗിൾ അറ്റ് വിച്ച് ബ്രാഞ്ചസ് ഓഫ് റൂട്ട് ലോക്കസ് depart from a complex pole. Then next, angle at which branches of root locus arrive at a complex 0. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറും ആംഗിൾ ഓഫ് അറൈവലും. ഓക്കെ, അതായത് ദ ആംഗിൾ അറ്റ് വിച്ച് ബ്രാഞ്ചസ് ഓഫ് റൂട്ട് ലോക്കസിൻ്റെ ബ്രാഞ്ചസ് ഷുഡ് ഡിപ്പാർട്ട് ഫ്രം എ പോൾ. ഒരു കോംപ്ലക്സ് പോളിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യണം, അതിന് പുറത്തേക്ക് പോകണം. ആ പുറത്തേക്ക് പോകുന്ന പോള്, കോംപ്ലക്സ് പോളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ബ്രാഞ്ചിൻ്റെ ആംഗിൾ, അതിനാണ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്നും. ഒരു കോംപ്ലക്സ് സീറോയിൽ നിന്നല്ല വരുന്ന ബ്രാഞ്ചസിൻ്റെ ആംഗിൾ. ഓക്കെ, റൂട്ട് ലോക്കസിലെ സീറോയിലേക്ക് വരുന്ന ബ്രാഞ്ചസിൻ്റെ ആംഗിൾ അറ്റ് വിച്ച് ബ്രാഞ്ചസ് ഓഫ് റൂട്ട് ലോക്കസിൻ്റെ ബ്രാഞ്ചുകൾ ഒരു കോംപ്ലക്സ് സീറോയിൽ അറൈവ് ചെയ്യുന്ന ആ ആംഗിളിനാണ് അറൈവൽ എന്നും. ഒരു റൂട്ട് ലോക്കസിൻ്റെ ബ്രാഞ്ചുകൾ ഒരു പോളിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഇത് വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു കോംപ്ലക്സ് പോൾ, ഇവിടെയാണല്ലോ ഈ കോംപ്ലക്സ് പോൾ ഉണ്ടാവുക. അപ്പോൾ കോംപ്ലക്സ് പോളിൽ നിന്ന് പല ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ പോവുക, അങ്ങോട്ടേക്ക് വരാം, ഇങ്ങോട്ടേക്ക് വരാം, എന്തുവേണം സംഭവിക്കാം. മനസ്സിലായില്ല, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ഡയറക്ഷൻസ് ഒക്കെ അതിന് പോസിബിളാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇക്വേഷൻ ആണ്. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഞാൻ 5D എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് 180 പ്ലസ് ആംഗിൾ GH', ആംഗിൾ ഓഫ് അറൈവൽ 180 മൈനസ് ആംഗിൾ GH'. ഓക്കെ, വളരെ സിമ്പിൾ. ഇനി ഈ ആംഗിൾ GH' എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയണം. that is the summation of angles of Z minus summation of angles of pole. ഈ 3 കാര്യം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറും അറൈവലും നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? ഈ 3 കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് കാൽക്കുലേറ്റിംഗ് അവർ ആംഗിൾ GH' കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ 180 അടുത്ത് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 2 തരമുണ്ട്, മാത്തമാറ്റിക്കലി ഉണ്ട്, ഗ്രാഫിക്കലി ഉണ്ട്. നമുക്ക് ആദ്യം മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്കലി ഹൗ ഇറ്റ് കംസ്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു GH ഇറ്റ് ഈസ് K × S+2 ഡിവൈഡഡ് ബൈ S × S² + 2. ഓക്കെ, S+2. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം സീറോസ് എത്രയാണ്? -2. പിന്നെ പോൾസ് ഏതൊക്കെയാണ്? 0 വരും, പിന്നെ s² + 2s + 2, s² +
2s + 2 0 എന്ന് പറഞ്ഞാൽ s = -2 ± √b² എന്ന് പറഞ്ഞാൽ 4 -4ac -4ac എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അത് -4 × 2/2a അപ്പോൾ 2 അപ്പോൾ -2 ± √-4/2 അതായത് -2 ± 2j/2 ദാറ്റ് ഈസ് -1 ± j. ക്ലിയർ? അപ്പം പോൾസ് ഏതൊക്കെ കിട്ടി? -1 ± j. ക്ലിയർ? അപ്പോൾ അതും കിട്ടി. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ GH ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം. പിന്നെ ഇതിൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഒറിജിൻ്റെ ആവശ്യമില്ല. നമ്മൾ കോംപ്ലക്സ് പൂളുകളെ കുറിച്ച് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ? കോംപ്ലക്സ് പൂളുകളെ കുറിച്ച് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ആകെ ആവശ്യമുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പൂളുകളാണ്. ഏതൊക്കെ? അപ്പോൾ നമ്മൾ രണ്ട് ഇൻസ്റ്റൻറ്റ് കാണേണ്ടി വരും. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് -1 + j കാണണം, -1 - j കാണണം. രണ്ട് ഇൻസ്റ്റൻറ്റിൽ GH' കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം അറ്റ് s = -1 + j ഈ സമയത്തുള്ള GH' എങ്ങനെ വരുന്നത് നോക്കാം. ആംഗിൾ GH' = ആദ്യം GH എഴുതട്ടെ. GH എന്താണ്? k × s + 2 / s × s² + 2s - 2 അല്ലേ? ഇതാണ് നമ്മൾ പിന്നെ മാറ്റിയത്. എന്ത്? k × s + 2 / s × s + 1 + j അതുപോലെ തന്നെ അല്ല s അതെ, കാരണം നമ്മൾ ഇങ്ങനെയല്ല നമ്മൾ റൂട്ട്സ് ചെയ്താൽ. എങ്ങനെ റൂട്ട്സ് ചെയ്താൽ? s - -1 + j അതുപോലെ s - -1 - j ശരിയല്ലേ? ഇങ്ങനെയല്ല നമ്മൾ റൂട്ട്സ് ചെയ്താൽ. അപ്പോൾ റൂട്ട്സ് എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് k × s + 2 / s × s + 1 - j s + 1 + j ഇങ്ങനെ കിട്ടും. ആദ്യം ഇത് നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ എന്നിട്ട് നമുക്ക് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പുതിയ GH അല്ലെങ്കിൽ GH. ക്ലിയർ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെയല്ലേ പോൾസ് ചെയ്താൽ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അറ്റ് s = -1 + j കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ GH' നമ്മൾ എന്ത് ചെയ്യണം? ഈ s = -1 + j ഇതിൽ പുട്ട് ചെയ്യുക. അപ്പം എസ്സിന് പകരമാണ് -1 + j പുട്ട് ചെയ്യുന്നത്. അപ്പോൾ എസ്സിന് പകരം -1 + j പുട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ടേം പോവില്ലേ? ഇവിടെയല്ലേ നമ്മൾ -1 + j പുട്ട് ചെയ്യുന്നത്. അപ്പോൾ -1 + j നമുക്ക് പുട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് j² - 1 അത് കട്ടായി പോവും അല്ലേ? അപ്പം നമ്മൾക്ക് ഇക്വേഷനിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? k × s + 2 / s × s + 1 + j മാത്രമേ വരുന്നുള്ളൂ. ശരിയല്ലേ? കാരണം നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. ഇവിടെ എസ്സിന് പകരം ഈ എസ്സിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ -1 + j + 1 - j അതല്ലേ ഇത്? അപ്പം -1 കട്ടായി j കട്ടായി. ഇപ്പോൾ വാല്യൂ വരില്ലല്ലോ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ് അല്ലേ? അപ്പം അത് 0 ആവുമെന്ന് വിചാരിക്കേണ്ട. കാരണം വെച്ചാൽ അത് കട്ടായി പോവാണ്. ആക്ച്വലി നമ്മൾ ആ പോയിന്റിലെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട. അങ്ങനെ ചിന്തിച്ചാലും മതി. ഓക്കെ, 0 ആവുമെന്ന് വിചാരിച്ചിട്ട് ഫുൾ 0 ആക്കാൻ പാടില്ല. നമ്മൾ ആ വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം റിമൈനിങ് ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളെ GH'. ഇനി ഇതിൻ്റെ ആംഗിളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പോൾ ആംഗിൾ കാണുമ്പോൾ എങ്ങനെയാണ്? ആദ്യം 0ൻ്റെ ആംഗിൾ എടുക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് s + 2 പിന്നെ ഇത് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ മൈനസ് എടുക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് s ആംഗിൾ ഓഫ് s + 1 + j. ക്ലിയർ? അപ്പം ഇതിൻ്റെ ആംഗിൾ ഇനി എങ്ങനെ എടുക്കാം? നമ്മൾ ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എസ്സിലേക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ആംഗിൾ ഓഫ് -1 + j + 2 അതായത് 1 + j ഓഫ് -1 + j ഓഫ് ആംഗിൾ 2j വരും. ശരിയല്ലേ? ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആംഗിൾ കൺസിഡർ ചെയ്യണം. എങ്ങനെ ആംഗിൾ കൺസിഡർ ചെയ്യാം? ഇത് ഏതാ ക്വാഡ്രൻറ്റ് നോക്കുക. ഇതേതാ ക്വാഡ്രൻറ്റ്? ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ എന്തായിരുന്നു? tan ഇൻവേഴ്സ് b/a അതായത് tan ഇൻവേഴ്സ് 1/1. അപ്പോൾ അത്ര ആംഗിൾ 45 മൈനസ് ഇതേതാ ക്വാഡ്രൻറ്റ്? ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. കാരണം റിയൽ പാർട്ട് മൈനസ് ഇമാജിനറി പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രൻ്റ്. അവിടെ എങ്ങനെ കണ്ടേ?
180 മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അപ്പോൾ 180 മൈനസ് ടാൻ ഇൻവേഴ്സ് 1, ടാൻ ഇൻവേഴ്സ് 1 എന്ന 45. അപ്പോൾ 180 മൈനസ് 45, യുവർ ആൻസർ വിൽ ബി 135. പിന്നെ വെറുതെ ജെ വന്ന് നമുക്കറിയാം അത് എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ക്ലിയർ? പ്ലസ് ജെ വന്നാൽ 90 ഡിഗ്രി, മൈനസ് ജെ വന്നാൽ മൈനസ് 90. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് എത്ര കിട്ടും, 45 മൈനസ് 135. അതായത് യു വിൽ ബി ഗെറ്റിംഗ് എത്ര കിട്ടും, അത് 45 മൈനസ് 45 മൈനസ്, അപ്പോൾ മൈനസ് 180 ഡിഗ്രീസ്. ശരിയല്ല? അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ ജി എച്ച് ഡാഷ് എത്ര കിട്ടി, മൈനസ് 180. എപ്പോൾ? അറ്റ് എസ് ഈക്വൽ ടു -1 പ്ലസ് ജെയിൽ കിട്ടി. ശരിയല്ലേ? ഇനി ഇതുപോലെ നമ്മൾ ആരെ കണ്ടുപിടിക്കണം, അറ്റ് എസ് ഈക്വൽ ടു -1 മൈനസ് ജെ കണ്ടുപിടിക്കണം. -1 മൈനസ് ജെയിൽ എങ്ങനെ കണ്ടുവരുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ജി എച്ച് ഡാഷ് ഒന്നും കൂടി എഴുതാം. കെ ഇൻറ്റു ഏതാ വരിക, S+2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് ജെ. ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇത് കൺസിഡർ ചെയ്യണം, ഇത് ഒഴിവാക്കണം അല്ലേ. അപ്പോൾ ഇതിലേക്ക് വരും. അപ്പം ഇതിൽ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ ജി എച്ച് ഡാഷ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് S+2 മൈനസ് ആംഗിൾ എസ് മൈനസ് ആംഗിൾ ഓഫ് S+1 മൈനസ് ജെ. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് -1 മൈനസ് ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 മൈനസ് ജെ അല്ലേ. മൈനസ് ആംഗിൾ -1 മൈനസ് ജെ ആംഗിൾ -2j. അപ്പം ഇതേതാ ക്വാഡ്രൻറ്റ്, 1 മൈനസ് ജെ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് പോസിറ്റീവ്, ഇമാജിനറി നെഗറ്റീവ്. അതായത് ഇറ്റ് വിൽ ബി 1 മൈനസ് ജെ അല്ലേ. അപ്പോൾ റിയൽ പാർട്ട് പോസിറ്റീവാണ്, ഇമാജിനറി നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ 45 ഡിഗ്രീസ്, -45 അല്ലേ. -45 കാരണം താഴേക്കല്ലേ വരിക. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് 1 അല്ലേ വരിക. അപ്പോൾ -45. പിന്നെ ഇത് തേർഡ് ക്വാഡ്രൻറ്റ് വരും. അപ്പോൾ -180 പ്ലസ് 45, ഇത് മൈനസ് ഓഫ് -90. ശരിയല്ലേ? കാരണം മൈനസ് ജെ ആണ്. അപ്പോൾ -90 വരെ ജെ ആണെങ്കിൽ നമ്മൾ 90 വരും, മൈനസ് ജെ ആകുമ്പോൾ -90. അപ്പോൾ അത്ര കിട്ടി, -45 മൈനസ് ഓഫ് -135. അപ്പോൾ പ്ലസ് 135 ഡിഗ്രി പ്ലസ് 90. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടി, 180 ഡിഗ്രീസ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടി, ആംഗിൾ ജി എച്ച് ഡാഷ് ഈക്വൽ ടു 180 ഡിഗ്രീസ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അനാലിസിസ് നടത്താം. അതിനാണ് ഈ പറഞ്ഞത്. എന്താണ് അനാലിസിസ്? ഇവിടെ ഒരു ആംഗിള് -180, ഒരു ആംഗിള് +180. അതായത് നിങ്ങളുടെ ജി എച്ച് ഡാഷുകൾ എന്താണ്, കോംപ്ലിമെൻ്ററി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ജി എച്ച് ഡാഷ് അറ്റ് 2 കോൺജുഗേറ്റ് പോൾസ്. നമ്മൾ 2 കോൺജുഗേറ്റ് പോൾസുകളാണ് എടുത്തത്. അറ്റ് 2 കോൺജുഗേറ്റ് പോൾസ് ഈസ് നെഗറ്റീവ് ഓഫ് ഈച്ച് ദർ. രണ്ടും എന്താണ്, നെഗറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈസ് നെഗറ്റീവ് ഓഫ് ഈച്ച് ദർ. രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്, നെഗറ്റീവ് ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ജി എച്ച് ഡാഷുകൾ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിപ്പാർച്ചർ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും, 5d1 ഈക്വൽ ടു 180 പ്ലസ് ആംഗിൾ ജി എച്ച് ഡാഷും 5 അറൈവൽ എന്ന് പറഞ്ഞാൽ 180 മൈനസ് ആംഗിൾ ജി എച്ച് ഡാഷുമാണ്. ഓക്കെ, അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്, നമുക്ക് എന്ത് കിട്ടും, ഒന്ന് 180 പ്ലസ് -180യും അടുത്തത് 180 പ്ലസ് 180യും. സോ ഇറ്റ് വിൽ ബി 0 and 360. ക്ലിയർ? ഇതാണ് നമ്മുടെ ജി എച്ച് ഡാഷ് കണ്ടുപിടിക്കുന്ന മെത്തഡ്. ഓക്കെ, ജി എച്ച് ഡാഷ് കണ്ടുപിടിക്കുന്ന മെത്തഡാണിത്. ഓക്കെ, സോ ഇത് നമ്മളെ ഒരു മെത്തേഡ്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ഈസിയായ ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഗ്രാഫിക്കലി എങ്ങനെ നോക്കാം. ഗ്രാഫിക്കലി ഇതാണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്ത് വരുന്ന മെത്തേഡ്. അതായത് ഇത് സിഗ്മ, ഇത് ജെ ഒമേഗ. നമ്മൾ ഈ കേസിലെ പോളും സീറോകളും മാർക്ക് ചെയ്യുക. ഒന്നാമത്തെ പോൾ എവിടെയാണ്, 0. ശരിയല്ലേ, 0. പിന്നെ രണ്ടാമത്തെ ഇവിടെ ഒരു 0 ഉണ്ട്, അവിടെ -2. പിന്നെ ഒന്ന് -1 എന്താ ഉള്ളത്,
-1 പ്ലസ് ജെയും -1 മൈനസ് ജെ കിട്ടി. സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യു ആർ സപ്പോസിങ് ദ അപ്പർ പോൾ, ഈ അപ്പർ പോൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ അപ്പർ പോളിൽ നിന്ന് എല്ലാ സാധനങ്ങളെയും കണക്ട് ചെയ്യുക. എല്ലാ പോളിനെയും സീറോ കണക്ട് ചെയ്തു. ഇത് കണക്ട് ചെയ്തു, ഇത് കണക്ട് ചെയ്തു, ഇത് കണക്ട് ചെയ്തു. 3 എണ്ണത്തിനെയും കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് 3 ആംഗിൾ കിട്ടുമല്ലോ. അതായത് എക്സിൽ നിന്ന് നോക്കുക. ഇവിടെ നിന്ന് ഒരു ആംഗിൾ എത്ര? θ1. ഇവിടെ ആണ് നിങ്ങളുടെ എക്സ് ആക്സിസ് വരിക. അപ്പോൾ എന്താണ്? θ2. ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് θ3. ക്ലിയർ? θ1, θ2, θ3 എന്ന് കിട്ടി. അപ്പോൾ GH' അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? സമ്മേഷൻ ഓഫ് ആംഗിൾസ് ഓഫ് സീറോസ് മൈനസ് സമ്മേഷൻ ഓഫ് ആംഗിൾസ് ഓഫ് പോൾസ്. ഇതല്ലേ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ θ1 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ θ പറഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യും. ഇവിടുത്തെ θ എത്രയാണ്? നിങ്ങൾക്കറിയാം, ഇത് 90 ആണ്. അപ്പോൾ ഇത് എത്രയാണ്? θ ഇത് 45, ഇത് 45 ആയിരിക്കും. അപ്പോൾ ഈ θ 45 ആയിരിക്കും. ശരിയല്ലേ? ആ θ 45 ആയിരിക്കും. അപ്പോൾ θ1 എന്ന് പറയുന്നത് മൊത്തം 180 അല്ലേ? ഇങ്ങനെ 180 മൈനസ് ഈ 45 അല്ലേ? അപ്പോൾ 180 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 135. അപ്പോൾ θ1 കിട്ടി. θ2 ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. θ3യും എത്ര തന്നെ ആയിരിക്കും? ഇത് 90 ആണ്. അപ്പോൾ ഇത് 45, ഇത് 45. അപ്പോൾ θ3യും എത്രയാണ്? 45. അപ്പോൾ നിങ്ങളുടെ സമ്മേഷൻ ഓഫ് ആംഗിൾസ് ഓഫ് സീറോയിലുള്ള ആംഗിൾ ഏതാ? θ3. അപ്പോൾ θ3 മൈനസ് സമ്മേഷൻ ഓഫ് ആംഗിൾസ് ഓഫ് പോൾസ് അതേതൊക്കെയാണ്? θ1ഉം θ2. അപ്പോൾ θ1 പ്ലസ് θ2. യുവർ ആൻസർ വിൽ ബി θ3 എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. θ1 എത്രയാണ്? 135 ആണ്. θ2 എത്രയാണ്? യു വിൽ ബി ഗെറ്റിംഗ് 90. സോ യുവർ ആൻസർ വിൽ ബി 45 മൈനസ് 135ഉം 90. 135ഉം 90 എന്ന് പറഞ്ഞാൽ 5 അതായി 12 225 മൈനസ് 225 വി ഗെറ്റിംഗ് 180 ഡിഗ്രീസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആംഗിൾ ഡിപ്പാർച്ചർ ആംഗിൾ എത്ര കിട്ടി? -180 ഡിഗ്രീസ് കിട്ടി. ക്ലിയർ? അപ്പോൾ അറൈവൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്ലസ് 180. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പം അറൈവൽ കണ്ടുപിടിക്കാനുള്ള ആംഗിൾ അത് എത്രയായിരിക്കും? പ്ലസ് 180. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ GH' കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഡിപ്പാർച്ചറാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അറൈവൽ -180 എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മളെ ആ ഫോർമുലയിലേക്ക് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ്സ്. ഓക്കെ, ലൈക്ക് ദിസ് വി ക്യാൻ സോൾവ് എനി പ്രോബ്ലം. ഇത്തരത്തിൽ നമുക്ക് ഏത് ആംഗിളും ഡിപ്പാർച്ചറും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ റൂട്ട് ലോക്കസിൽ പഠിക്കാനുള്ള റൂളുകളും അത് അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡുകളും. ഓക്കെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് റൂട്ട് ലോക്കസ്. നമുക്ക് റൂൾസ് കറക്റ്റായിട്ട് അറിയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇനി എല്ലാ പ്രോബ്ലം കൂടി ഒരൊറ്റ പ്രോബ്ലത്തിൽ സമ്മപ്പ് ചെയ്ത് തരാം. കുറച്ച് വലിയൊരു പ്രോബ്ലമാണ്. ബട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ്. എല്ലാ സാധനങ്ങളും എല്ലാതും വരുന്നത് ഒരൊറ്റ പ്രോബ്ലത്തിൽ അനലൈസ് ചെയ്യാം. യുവർ റൂട്ട് ലോക്കസ് ഫോർ g of s into h of s equal to k divided by s into s plus 4 into s square plus 4s plus 20. ഓക്കെ, ആദ്യം തന്നെ ഈ സാധനം വന്നുകൊണ്ട് നമ്മൾ പോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പോൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 20 ഈക്വൽ ടു 0. യു വിൽ ബി ഗെറ്റിംഗ്, ഞാൻ ആൻസറുകൾ മാത്രമേ എഴുതി പോകുന്നുള്ളൂ, -2 പ്ലസ് ഓർ മൈനസ് J4. നിങ്ങൾക്ക് ഇങ്ങനെ 2 പോൾസ് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി മൊത്തം എത്ര പോൾസ് ഉണ്ട്? മൊത്തം 1 2 പിന്നെ ഇവിടെ 2 എണ്ണം വന്നു. അപ്പോൾ 4 പോൾസ്. സീറോസ് എത്ര ഉണ്ട്? 0. അപ്പോൾ P - Z ഈക്വൽ ടു 4. നമുക്കൊരു കാര്യം പറയാം, 4 ബ്രാഞ്ചസ് ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, നമുക്കിവിടെ 2 പോൾസ്, ഇവിടെ 2 പോൾസ് കിട്ടി, ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ മൊത്തം 4 ബ്രാഞ്ചസ് ഇൻഫിനിറ്റിയിലേക്ക് ടെർമിനേറ്റ് ചെയ്തു. ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ ആ മൂന്നാമത്തെ റൂള് വെച്ചിട്ട്
ഇത് നമ്മൾ രണ്ടാമത്തെ റൂൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. മൂന്നാമത്തെ റൂൾ വെച്ചിട്ട് നമ്മളൊരു റൂട്ട് ലോക്കസ് സെറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്യുക. ആദ്യം 0 പോള്, പിന്നെ -4 പോള്, പിന്നെ -2 പ്ലസ് J4 -2 -J4. അപ്പോൾ -2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പം ദിസ് ഈസ് -2 ഇവിടെ, ഇത് J4 ഇത് -J4 ആണെങ്കിൽ ഇവിടെയും ആയിരിക്കും പൂളുകൾ വരിക. ശരിയല്ലേ? ഇനി എങ്ങനെ റൂട്ട് ലോക്കസ് അടയാളപ്പെടുത്താം? റൂട്ട് ലോക്കസ് കാണാൻ ഇവിടെ പോയിന്റ് വയ്ക്കുക, ഇങ്ങോട്ടേക്ക് നോക്കുക. ഇവിടെ ഓഡ് നമ്പർ വരുന്നില്ലേ? അപ്പോൾ അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ഇത് വെക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് അനലൈസ് ചെയ്യുക. ഇങ്ങോട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരെണ്ണം വന്നു, പിന്നെ ഇവിടെ രണ്ടെണ്ണം. ഇത് രണ്ടും കൺസിഡർ ചെയ്യണം. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ലൈനല്ലേ വെക്കുന്നത്, അപ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യണം. ഇവിടെ മൊത്തം 3 എണ്ണം വന്നു, അതായത് ഇവിടെയും ഒരു റൂട്ട് ലോക്കസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു പോയിന്റ് വെക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 1 2 3 4 എണ്ണം വരുന്നുണ്ട്. ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നോ റൂട്ട് ലോക്കസ്, ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ട്, ഇവിടെ റൂട്ട് ലോക്കസ്. അതായത് പറഞ്ഞു വരുന്നത് ഇവിടെ മൊത്തം ഈ ഏരിയ മൊത്തം എന്താണ്, റൂട്ട് ലോക്കസ് ആണ്. ശരിയല്ല? അങ്ങനെ റൂട്ട് ലോക്കസ് വരുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരത്തെ പോലെ ആംഗിൾ ഓഫ് അസിംപ്ടോട്ടുകൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ 4ാമത്തെ റൂൾ. ഇത് 3ാമത്തെ റൂൾ പ്രകാരം കിട്ടുന്നതാണ്. ഇത് 2ാമത്തെ റൂൾ പ്രകാരം കിട്ടുന്നതാണ്. ഇത് 4ാമത്തെ റൂൾ പ്രകാരമാണ് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് കണ്ടുപിടിക്കുന്നത്. അസിംപ്ടോട്ട് തീറ്റയാണ്. θ1 4 ഉള്ളത് കൊണ്ട് തന്നെ 45, θ2 135. ഇത് ചെയ്താൽ കിട്ടും, അത് ചെയ്യണം, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. 225 ദെൻ 350. 4 ബോൾ വരുന്ന കേസിലൊക്കെ ഇതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അത് 4ാമത്തെ റൂൾ പ്രകാരം കിട്ടിയ സെൻട്രോയിഡ് 5ാമത്തെ റൂൾ പ്രകാരം എന്താണ്, 0 -4 -2. നമ്മൾ ശ്രദ്ധിക്കണം, സെൻട്രോയിഡ് എടുക്കുമ്പോൾ നമ്മൾ റിയൽ പാർട്ടുകൾ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇമാജിനറി പാർട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ പാർട്ട് ഓഫ് പോൾസ് മൈനസ് റിയൽ പാർട്ട് ഓഫ് സീറോസ് ഡിവൈഡഡ് ബൈ P - Z ആണ്. റിയൽ പാർട്ട് ഓഫ് പോളായ 0 -2, പിന്നെ ഈ കോംപ്ലക്സ് പോൾ ഏതൊക്കെ വരുന്നു, -2 ഡിവൈഡഡ് ബൈ P - Z. P - Z എത്രയാണ്, 4. അപ്പോൾ ഉത്തരം വിൽ ബി -2. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രോയിഡ് എത്ര കിട്ടി, -2. അറിയാലോ, സെൻട്രോയിഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് അവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ പ്ലോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ അടുത്ത അനാലിസിസ് ബ്രേക്ക് പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടുപിടിക്കുന്നത്. ബ്രേക്ക് പോയിൻ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും, കാരണം ഇവിടെ 2 പോൾസിൻ്റെ ഇടയിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ എന്തുണ്ടാവും, ഒരു ബ്രേക്ക് പോയിൻ്റ് ഉണ്ടാവും. ആ ബ്രേക്ക് പോയിൻ്റ് എങ്ങനത്തെ ബ്രേക്ക് പോയിൻ്റ് ആയിരിക്കും, അതൊരു ബ്രേക്ക് എവേ പോയിൻ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി 1 + k ഡിവൈഡഡ് ബൈ, അതായത് 1 + g of s × h of s = 0. അപ്പോൾ 1 + k × s + 4 × s² + 4s + 20 = 0 എന്ന് കൺസിഡർ ചെയ്യുന്നു. യു വിൽ ബി ഗെറ്റിംഗ് k ആസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബി ഗെറ്റിംഗ് k ആസ് -s × s³ + 8s² + 36s + 80 എന്ന് കിട്ടുന്നു. ക്ലിയർ? 80 എന്ന് കിട്ടുന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ dk/ds കാണുക, ആൻഡ് യു ഇക്വേറ്റ് ഇറ്റ് ടു 0. ഓക്കെ, dk/ds നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ വരുന്ന പോളുകളുടെ അല്ലെങ്കിൽ അപ്പോൾ വരുന്ന പോയിന്റുകൾ ഞാൻ പറയാം. അപ്പോൾ വരുന്ന നിങ്ങളുടെ എസിൻ്റെ പോയിന്റുകളാണ് -2, അതോടൊപ്പം തന്നെ -2 ± j√6. ഏതൊക്കെയാണ്? -2 + j√6ഉം അതുപോലെ -2 - j√6. അപ്പം 3 ബ്രേക്ക് പോയിന്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? 3 ബ്രേക്ക് പോയിന്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ്സ്. ഓക്കെ, ഇനി ഫിഗർ ഞാൻ ലാസ്റ്റ് വരയ്ക്കാം, ഇപ്പോൾ നിങ്ങളിത് കേട്ടിരിക്കുക. ഇനി അടുത്ത 7ാമത്തെ റൂള് പ്രകാരം നമ്മൾ എന്താ പഠിച്ചത്? ഇൻ്റർസെക്ഷൻ ഓഫ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാഫില്ലാതെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. ഇൻ്റർസെക്ഷൻ ഓഫ് റൂട്ട് ലോക്കസ് വിത്ത് ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസിൽ ഇൻ്റർസെക്ഷൻ എങ്ങനെ കാണും? നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അറിയണം. നിങ്ങൾക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ്? s⁴ + 8s³ + ഇത് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ നിങ്ങൾക്ക്
ചെയ്യണമെങ്കിൽ ചെയ്തു നോക്കുക. ഇങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് നിങ്ങൾ റൂട്ട് ക്രൈറ്റീരിയ എടുക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. S4 S3 1 36K 80 എടുക്കുക. S ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ അല്ലേ ഉള്ളത്. അപ്പോൾ 1 10 എന്നാക്കുക. അപ്പോൾ S സ്ക്വയർ കിട്ടുമ്പോൾ 36 - 10 26. പിന്നെ ഇവിടെ K കിട്ടും. S1 260 - K/26 S0 K. ശരിയല്ലേ? പിന്നെ ഒരു കാര്യം ഉറപ്പാക്കാൻ K > 0 ആണ്. ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ ഓഫ് റൂട്ട് ലോക്കസ് വിത്ത് ഇമാജിനറി ആക്സിസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ഫൗണ്ട് ഔട്ട് ചെയ്യണം? നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഫൗണ്ട് ഔട്ട് ചെയ്യണം. അതായത് ഈ റീജിയൻ എന്താക്കണം? 0 ആക്കണം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 260 - K/26 = 0. ദാറ്റ് ഈസ് K = 260. അതായത് ഇതിൻ്റെ റേഞ്ച്, Kൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ റീജിയൻ്റെ റേഞ്ച് ചോദിക്കാം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ എന്തായിരിക്കും? 0 <K <260. ഇനി നമ്മളെ ഉദ്ദേശം അതായിരുന്നില്ല, ഓക്സിലറി ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യലായിരുന്നു. ഈ റീജിയൻ 0 ആണെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് ഓക്സിലറി ഇക്വേഷൻ്റെ റീജിയൻ. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരും 26S² പ്ലസ് Kൻ്റെ വാല്യൂ എത്രയാണ്? 260 അല്ലേ? നമ്മളിങ്ങനെയല്ലേ എഴുതിയ പ്ലസ് K = 0 എന്നല്ലേ എഴുതുക. അപ്പം 26S² പ്ലസ് Kയുടെ വാല്യൂ 260 = 0. സോ S will be equal to ± J√10. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റുകൾ കിട്ടും. എവിടെ? ഇമാജിനറി ആക്സിസിൽ ആ റൂട്ട് ലോക്കസ് ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ. അതാണ് ± J√10. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ φD-യും φA-യും നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പം φD-യും φA എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ φD1 എന്ന് പറയാറുണ്ട്. ഓക്കെ, 2 തരത്തിൽ പറയാറുണ്ട്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഗ്രാഫിക്കൽ മെത്തഡ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആവുക. എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു പോളുണ്ട് 0-ൽ, പിന്നെ ഇവിടെയാണ് പോൾ ഉണ്ടായത് -4-ൽ, പിന്നെയുള്ള പോൾ ഇവിടെ -2-ലുണ്ട്. ഇവിടെ എത്രയാണ്? പോള് -2-ലല്ല, -2 + J4-ഉം -2 - J4. അതായത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? പോള് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കാണാൻ എന്ത് ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കാണാൻ വേണ്ടി നിങ്ങൾ അപ്പർ പോൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ പോളുകളെ ജോയിൻ ചെയ്യുക. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ക്ലിയർ? അങ്ങനെ നിങ്ങൾക്ക് 3 സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ജോയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 3 ആംഗിൾസ്. ഏതൊക്കെ കിട്ടും? ഇവിടെ θ1, ഇവിടെ ആരെ കിട്ടും? θ2, ഇവിടെ ആരെ കിട്ടും? θ3 അല്ലേ? ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. ആ തീറ്റ നമുക്കറിയാം. അത് എത്രയായിരിക്കും? ഇവിടെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നോക്കണം, ഈ തീറ്റയുടെ മാഗ്നിറ്റ്യൂഡ് നോക്കണം. അതായത് ഇവിടെ എത്രയാണ് മാഗ്നിറ്റ്യൂഡ്? ഇവിടെ 4 ആണ്. 4 യൂണിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്ര യൂണിറ്റ്സാണ് ഉള്ളത്? ഇവിടെ 2 യൂണിറ്റ്സ്. അതായത് ഈ 4 ഇവിടെയും വരിക. അപ്പോൾ 4ഉം 2ഉം. അപ്പോൾ തീറ്റ വിൽ ബി ഈക്വൽ ടു tan 1 4/2. അതായത് tan 1 2. അതിൻ്റെ ഉത്തരം അറിഞ്ഞു വയ്ക്കുക. 63.43 ആണ്. ഓക്കെ. അപ്പോൾ ഈ തീറ്റ 63 - 43 ആണ്. അപ്പോൾ θ1 എന്തായിരിക്കും? ഇപ്പുറത്ത് എഴുതാം. θ1 വിൽ ബി 180 - 63.43. ദാറ്റ് വിൽ ബി 116.56. ഇനി θ2 എന്തായിരിക്കും? θ2 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പ്രശ്നമൊന്നുമില്ല. അത് എത്രയാണ്? 90 ആണ്. ദെൻ θ3 എന്തായിരിക്കും? θ3 വിൽ ബി അഗെയിൻ വാട്ട്? θ3 വിൽ ബി അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഈ യൂണിറ്റ്സ് 2 ആണ്, ഈ യൂണിറ്റ്സ് എത്രയാണ്? 4 ആണ്. അഗെയിൻ tan 1 4/2. tan 1 4/2 ദാറ്റ് വിൽ ബി 63.4. അപ്പോൾ 3 ആംഗിൾ നിങ്ങൾക്ക് കിട്ടി. ഇനി GH' നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ആംഗിൾ ഓഫ് സീറോസ് മൈനസ് സമ്മേഷൻ ഓഫ് ആംഗിൾ ഓഫ് പോൾസ്. സീറോസിൽ ആംഗിൾ ഒന്നുമില്ല, പോൾസിൽ ആംഗിൾ ഉണ്ട്. ഏതൊക്കെ? 116.56 പ്ലസ് 90 പ്ലസ് 63.43. You will be getting it as -270. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എത്ര കിട്ടും? 180 പ്ലസ് -270. അതായത്
ഇറ്റ് വിൽ ബി -90യും ആംഗിൾ ഓഫ് അറൈവൽ എത്ര കിട്ടും 180 -270 അതായത് ഇറ്റ് വിൽ ബി 450. ഓക്കെ 450 ഒന്ന് മാറ്റാം 450 മാറ്റുമ്പോൾ 360 + 90 ആണ് അപ്പോൾ ഇറ്റ് വിൽ ബി അഗെയിൻ 90 ഡിഗ്രീസ് മനസ്സിലായില്ലേ 450 ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അത് 90 ആണ് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്പാർച്ചൽ അറൈവൽ എന്താണ് ഇറ്റ് ഈസ് കോംപ്ലിമെൻറ്റ്സ് അല്ല നെഗറ്റീവ് ഓഫ് ഈച്ച് അതറാണ് ഇവിടെ -90 കിട്ടി ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്ര കിട്ടും നിങ്ങൾക്ക് 90 കിട്ടും ഓക്കെ അപ്പം ഡിപ്പാർച്ചൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോൾസ് കാണുന്നത് അപ്പോൾ ഈ പോൾസ് ഇങ്ങനെ എടുക്കുന്നത് എന്ത് കാണാനാണ് ഡിപ്പാർച്ചൽ കാണാനാണ് ഓട്ടോമാറ്റിക്കലി അറൈവൽ എത്ര വരും ഈ 90 ആംഗിൾ വരും ക്ലിയർ ഇത്രയേ ഉള്ളൂ റൂട്ട് ലോക്കസ് നിങ്ങളെല്ലാ വാല്യൂസും നമുക്ക് ഗ്രാഫ് വലിയ ഗ്രാഫ് വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഇത്രയും സിമ്പിളാണ് മനസ്സിലായില്ലേ എന്ത് സാധനം ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും അതിപ്പോൾ വാല്യൂസ് ഒക്കെ വലിയ വാല്യൂസ് ആയതുകൊണ്ടാണ് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ചെറിയ വാല്യൂ യൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ക്ലിയർ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി ഗ്രാഫിക്കലി ഞാൻ പറഞ്ഞുതരാം ഗ്രാഫിക്കലി നിങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഒറ്റ ഗ്രാഫിൽ വരച്ചു തരാം യു വിൽ ബി വെരി ക്ലിയർ അബൌട്ട് ദിസ് ആദ്യം നമ്മുടെ പൂളുകളെ മാർക്ക് ചെയ്യാം ഇതാ 1 ഇതാ 2 അല്ലേ ഏതൊക്കെയാണ് പൂൾസ് നമ്മുടെ പൂൾസ് ഏതൊക്കെയാണ് വരുന്നത് ഇറ്റ് ഈസ് 0 ഇത് 0 ഇത് -4 ശരിയല്ലേ പിന്നെ ഏതൊക്കെയാണ് -2 + J4 അതായത് ഇവിടെ ഉണ്ടാവും ഒരെണ്ണം -2 -J4 ശരിയല്ലേ അതായത് ഇതാണ് വാല്യൂ -2 ക്ലിയർ പിന്നെ നമുക്കറിയാം ഇതിൽ ഫുള്ളായിട്ട് ഇവിടെ ഫുള്ള് ആരുണ്ട് റൂട്ട് ലോക്കസ് ഉണ്ട് ഇവിടെ മൊത്തം റൂട്ട് ലോക്കസ് ഉണ്ട് അല്ലേ അപ്പോൾ റൂട്ട് ലോക്കസിൻ്റെ ബ്രാഞ്ചസ് എങ്ങനെയായിരിക്കും രണ്ട് പോൾസിൻ്റെ ഇടയിൽ റൂട്ട് ലോക്കസ് വരുവാണെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക കാരണം അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബ്രേക്ക് പോയിന്റ് പൊട്ടണം അല്ലേ അപ്പം ആ രണ്ട് പോൾസ് വരുവാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് നമ്മളൊരു പോയിന്റ് ആണല്ലോ കൺസിഡർ ചെയ്തിട്ടാണല്ലോ വരച്ചത് അപ്പോൾ ആ പോയിന്റിലേക്ക് എന്ത് ചെയ്യണം ആരോ മാർക്സ് വരണം അപ്പം ഇങ്ങനെയാണ് വരിക ക്ലിയർ ഇങ്ങനെ വരും അതുവരെ ആയി ഇനി അടുത്തത് സെൻട്രോയിഡിനെ കണ്ടുപിടിക്കുക നമ്മൾ സെൻട്രോയിഡിനെ കണ്ടുപിടിച്ചു ഇത്രയും വരച്ചു കഴിഞ്ഞാൽ അത് സെൻട്രോയിഡിലേക്കാണ് പോകേണ്ടത് സെൻട്രോയിഡ് എത്രയാണ് -2 എടുക്കുക -2ലാണ് നിങ്ങളുടെ സെൻട്രോയിഡ് വരുന്നത് ക്ലിയർ -2ലാണ് നിങ്ങളുടെ സെൻട്രോയിഡ് വരുന്നത് അപ്പോൾ സെൻട്രോയിഡ് -2ൽ ഇവിടെ എഴുതി വെക്കുക എന്നാൽ പ്രശ്നമില്ല സെൻട്രോയിഡ് -2 ആണ് ഈ സെൻട്രോയിഡിൽ നിന്നാണ് നിങ്ങൾ എന്ത് ഡ്രോ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട് അസിംപ്റ്റോട്ട്സ് ഡ്രോ ചെയ്യുമ്പോൾ ഉള്ള ആംഗിളുകൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് 45 135 225 315 അപ്പം ആ ആംഗിളുകളെ വരയ്ക്കുക ഇതാണ് നിങ്ങളുടെ 45 ഇതാണ് നിങ്ങളുടെ 135 ഇതാണ് നിങ്ങൾ 215 225 ഇതാണ് നിങ്ങളുടെ 315 4 ആംഗിളും ആയി 4 ആംഗിളും വന്നല്ലോ ശരിയല്ലേ 4 ആംഗിൾസ് ഹാവ് കം നിങ്ങളുടെ 4 ആംഗിളുമായി അപ്പോൾ 4 അസിംപ്റ്റോട്ടുകൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം ഇതിലൊന്നും തർക്കമില്ല 4 ആംഗിളുകൾ അസിംപ്റ്റോട്ടുകളുടെ ആംഗിളുകൾ വരച്ചു ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് പോയിന്റിൻ്റെ പ്രശ്നമാണ് അല്ലേ ബ്രേക്ക് പോയിന്റിൻ്റെ പ്രശ്നം എന്തായിരുന്നു ബ്രേക്ക് പോയിന്റുകൾ നിങ്ങൾക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട് ഇവിടെ ഏതൊക്കെ ഇതാ ഒന്ന് ഇതാ -2ലും -2 + J6ലും അല്ലെങ്കിൽ -J6 ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ്സ് ദീസ് ആർ യുവർ ബ്രേക്ക് പോയിന്റ്സ് ക്ലിയർ അപ്പോൾ ബ്രേക്ക് പോയിന്റ്സ് അവിടെ ഉണ്ട് അപ്പോൾ ബ്രേക്ക് പോയിന്റ്സ് 2 സ്ഥലത്ത് ഉണ്ടാവും എവിടെയൊക്കെ ഉണ്ടാവും -2ലും ഉണ്ടാവും -2ലും ഉണ്ടാവും -2 ± J√6ലും ഉണ്ടാവും ആദ്യം -2ൻ്റെ കാര്യം നോക്കാം -2ൻ്റെ കാര്യം നോക്കുമ്പോൾ ഏതൊരു ബ്രേക്ക് പോയിന്റും ആയിക്കോട്ടെ ആ ബ്രേക്ക് പോയിന്റ് ഏത് ആംഗിളിലാണ് പോകേണ്ടത് അതായത് -2 ബ്രേക്ക് പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആ ബ്രേക്ക് പോയിന്റ് ഏത് ആംഗിളിൽ ഡിപ്പാർട്ട് ചെയ്യണം ±180/n ഇവിടെ എത്ര ബ്രാഞ്ചാണ് -2ൻ്റെ അവിടെ ഉള്ളത് ±180/2 സോ ±90യിൽ ഡിപ്പാർട്ട് ചെയ്യണം ആ ബ്രേക്ക് പോയിന്റിൽ നിന്ന് അങ്ങനെ ഡിപ്പാർട്ട് ചെയ്യണം അതായത് എങ്ങനെയാണ് ഇതാണ് നിങ്ങളുടെ +90യും ഇതാണ് നിങ്ങളുടെ -90യും ശരിയല്ലേ
+90 -90 ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നേരെ തന്നെ പോയാൽ മതി. അപ്പോൾ ഇറ്റ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് നേരെ ഇങ്ങനെ പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങളുടെ ബ്രാഞ്ചസ് ഡിപ്പാർട്ട് ചെയ്യുന്നത് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പം ബ്രാഞ്ചസ് ഡിപ്പാർട്ട് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടി. അപ്പം +90 -90യിലേക്കാണ് പോവുക. അപ്പം യുവർ ബ്രാഞ്ചസ് ഡിപ്പാർട്ട്. അടുത്തത് എന്താ? ബ്രേക്ക് പോയിൻ്റ് എത്രയാണ്? -2 ± J6 ആണ്. ഓക്കെ, -2 ± J6. അപ്പോൾ J6 ഇവിടെ എവിടെയോ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ -2 ± J6 ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിലവിൽ ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? -2 ± J6 നിങ്ങൾ വരക്കണം. അപ്പോൾ J6 എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ നിങ്ങളെ J6. ആ J6 -2 ± J6 എന്ന ഈ പോയിന്റിൽ നിന്നും എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്ത് പോകണം, ശരിയല്ലേ? ആ പോയിന്റിൽ നിന്ന് എങ്ങനെ ബ്രേക്ക് ചെയ്യും? ആ പോയിന്റിൽ നിന്ന് എങ്ങനെ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആയിക്കോട്ടെ ആ ആംഗിളിൽ എത്ര ഡിഗ്രിയിൽ മൂവ് ചെയ്യണം? ±90. അപ്പം ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്, ഇതിന് ഹൊറിസോണ്ടലായിട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ 90, ഇതും 90, ഇതും 90. അപ്പം എപ്പോഴും ഇങ്ങനെ 90 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല പോവുക, അത് അസിംപ്ടോട്ടിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ പോകണം. മനസ്സിലായി? അസിംപ്ടോട്ടിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ പോകണം. അപ്പോൾ ആ ലൈൻ എങ്ങനെ വരിക? ഇതിങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ പോവും. ഇത്തരത്തിലാണ് പോവുക. ക്ലിയർ? കാരണം ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ അസിംപ്ടോട്ടിനെ എന്ത് ചെയ്യണം? അത് മീറ്റ് ചെയ്യണം. അത് ഇങ്ങനെയല്ല, ശരിക്കും ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരണം. ഓക്കെ, അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് അസിംപ്ടോട്ട് ഇങ്ങനെ നീട്ടി വരച്ചുകൊണ്ടാണ് ഈ അസിംപ്ടോട്ടിനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഈ പോയിന്റിലേക്ക് ബ്രാഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നുമുണ്ട്. ക്ലിയർ? ബ്രേക്ക് പോയിന്റിലേക്ക് ബ്രാഞ്ചുകൾ പോകുന്നുമുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ കഴിഞ്ഞു, ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആംഗിളൊക്കെ കണ്ട്. ഇനിയൊന്നും പണിയൊന്നുമില്ല. ഇനി ആ 2 സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടു. ഏതൊക്കെ മാർക്ക് ചെയ്യേണ്ടത്? ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്താ? ദിസ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് യുവർ റൂട്ട് ലോക്കസ്. ഇൻ്റർസെക്ഷൻ ഓഫ് യുവർ റൂട്ട് ലോക്കസ് വിത്ത് ഇമാജിനറി ആക്സിസ്. കാരണം ഈ റൂട്ട് ലോക്കസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിളായിരുന്നു അത്, അല്ലേ? അപ്പോൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതൊക്കെ ഇൻ്റർസെക്ഷൻ ഓഫ് യുവർ റൂട്ട് ലോക്കസ് വിത്ത് യുവർ ഇമാജിനറി ആക്സിസും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കെയും കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലേ? ഓക്കെ, കെ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ്. കെ അല്ല, നമ്മൾ എസ് കണ്ടുപിടിച്ചതാണല്ലോ ഓൾറെഡി. എസ് നമുക്ക് കിട്ടിയതല്ലേ? ബ്രേക്ക് പോയിന്റിൽ നിന്ന് എസ്. ഈ ഇമാജിനറി ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാ റൂട്ട് ലോക്കസ് ± J10, അല്ലേ? അപ്പോൾ റൂട്ട് ലോക്കസ് നമ്മളുടെ ഇമാജിനറി ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഇതല്ല പോയിന്റ്, ഇത് അസിംപ്ടോട്ട് ഇമാജിനറി ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റില്ല. ഇത് നിങ്ങളുടെ അസിംപ്ടോട്ടല്ലേ ഈ പിങ്ക് കളറിൽ വരയ്ക്കുന്നത്? ഈ പിങ്ക് കളറിൽ വരയ്ക്കുന്ന അസിംപ്ടോട്ട്സും ഇതാണ് നിങ്ങളുടെ റൂട്ട് ലോക്കസ്. അപ്പോൾ അസിംപ്ടോട്ട്സ് ടച്ച് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്, റൂട്ട് ലോക്കസ് ടച്ച് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഈ സാധനം ഇമാജിനറി ആക്സിസ് വിത്ത് ഇമാജിനറി ആക്സിസ്, ഈ എസ്. അപ്പോൾ ആ എസ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദിസ് പോയിന്റ് ഈസ് യുവർ J√10 and this point is your J√10. ഓക്കെ, ഇനി അസിംപ്ടോട്ട്സ് ലിങ്ക് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അസിംപ്ടോട്ട്സ് എങ്ങനെ കിട്ടുക? നമുക്ക് അസിംപ്ടോട്ട്സ് കിട്ടുന്ന പോയിന്റുകൾ വി ഹാവ് സ്റ്റഡീഡ്, അല്ലേ? നമ്മൾ അസിംപ്ടോട്ട്സ് നമുക്ക് ലിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസിംപ്ടോട്ട്സ് ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പോളിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ആ പോള് ആ പോയിന്റിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോള് ഓക്കെ. അപ്പോൾ ഈ അസിംപ്ടോട്ട്സിൻ്റെ ലിങ്കിങ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നമ്മളൊരു ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഇൻ്റർസെക്ഷൻ ഓഫ് ഇമാജിനറി ആക്സിസ്, ഇൻ്റർസെക്ഷൻ ഓഫ് യുവർ അസിംപ്ടോട്ട്
വിത്ത് ഇമാജിനറി ആക്സിസ് നമ്മൾ കണ്ടത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു ഫിഗർ വരയ്ക്കാണെന്ന് നിൽക്കണ്ട +or - j σ tan θ1 അല്ലേ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാം. അതായത് +or - j σ ആരാ സെൻട്രോയിഡ് അല്ലേ. സെൻട്രോയിഡ് എവിടെ മീറ്റ് ചെയ്യുന്നത് 2-ലല്ലേ. അപ്പോൾ j2 tan θ1 എന്ന് വെച്ചാൽ tan 45 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ +or - j2. അപ്പം ഈ കിട്ടുന്ന വാല്യൂ j2ഉം ഈ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും -j2. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കാര്യം. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതൊരു സാധനവും നമുക്ക് ഫോർമുല ഇല്ലാതെയും ചെയ്യാം, ഉള്ളത് കൊണ്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ കൺസെപ്റ്റ്സ് ഓഫ് യുവർ റൂട്ട് ലോക്കസിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ ചുരുക്കി എല്ലാ പ്രോബ്ലങ്ങളും കണ്ടുപിടിക്കുക എന്ന രീതിയിൽ നമ്മളത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയേ നമുക്കതിൽ പഠിക്കാനുള്ളൂ. ഒരു വലിയ പ്രോബ്ലം എടുത്തു, നമ്മളതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ 2-3 പ്രോബ്ലങ്ങൾ എടുത്ത് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ചെറിയ പ്രോബ്ലങ്ങൾ അനലൈസ് ചെയ്യാം. അതായിരിക്കും മിക്കവാറും ചോദിക്കും. ഇത് നമുക്ക് ജനറലി ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും റൂട്ട് ലോക്കസിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയ പ്രോബ്ലം എടുക്കാം. ഇങ്ങനെ ചെറിയ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് റൂട്ട് ലോക്കസിൽ പിന്നെയും ചോദിക്കാൻ സാധ്യത. റൂട്ട് ലോക്കസ് ഡയഗ്രാം ചോദിക്കാൻ സാധ്യത ഇതാണ്. അല്ലാതെ വലിയ പ്രോബ്ലത്തിൽ ഡയഗ്രാം ഒരിക്കലും ചോദിക്കില്ലല്ലോ. പക്ഷേ വലിയ ഡയഗ്രത്തിൽ സാധനങ്ങൾ ചോദിക്കും. ഈ ഡയഗ്രാം ചോദിക്കുന്നത് ഇതായിരിക്കും. ഫസ്റ്റ് പ്രോബ്ലം g(h) = k/s. ഇവിടെ പോൾ എത്രയാ? ഒരു പോൾ s = 0 ഉണ്ടോ? ഇല്ല. അതായത് 1 ബ്രാഞ്ച് ഗോസ് ടു ഇൻഫിനിറ്റി. ഒരു ബ്രാഞ്ച് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്, അത് നമുക്കറിയാം. അപ്പം സിഗ്മയും ജെ ഒമേഗയും വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പോൾ എവിടെയാണ്? 0-ലുണ്ട്. മറ്റേ പോൾ എന്ത് ചെയ്യുന്നു? അതായത് 0 എവിടെ ലൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് എവിടെ ലൈൻ ചെയ്യുന്നുണ്ട്? ഇൻഫിനിറ്റിയിലേക്ക് ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പോളിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ബ്രാഞ്ച് വരയ്ക്കുന്നത്? ഒന്നെങ്കിൽ പോളിൽ നിന്ന് 0-ലേക്ക് വരയ്ക്കുക, അല്ലെങ്കിൽ പോളിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് വരയ്ക്കുക. ഇവിടെ പോളിൽ നിന്ന് 0 ഇല്ല, അതുകൊണ്ട് പോളിൽ നിന്ന് എങ്ങോട്ടേക്ക് വരയ്ക്കണം? ഇൻഫിനിറ്റിയിലേക്ക് വരയ്ക്കണം. സോ ദിസ് ഈസ് യുവർ ആൻസർ. ക്ലിയർ? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുക. ഓക്കെ. അടുത്ത് g(h) = k/s². ഇവിടെ എത്ര പോളുണ്ട്? 2 പോൾ. എത്ര 0 ഉണ്ട്? 0. അതായത് 2 branches tend to infinity. 2 branches tend to infinity. ഓക്കെ. അപ്പം ഇത് നമുക്ക് ഒരു പോളുകൾ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മൾ കോംപ്ലക്സ് പോൾ വന്നു. കോംപ്ലക്സ് പോൾ വന്നതോടുകൂടി നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഇത് വരയ്ക്കാം. അതായത് നിങ്ങൾക്ക് 2 പോളുകൾ വന്നു ഇവിടെ. അത് 1, 2 2 പോൾസ് വന്നു 0-ൽ. ശരിയല്ലേ? അപ്പം രണ്ടും ഏത് ആംഗിളിൽ പോകുന്നു, അസിംപ്ടോട്ടിലേക്ക് പോകുന്ന ഏത് ആംഗിളിലേക്ക് പോകുന്നു, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. നേരത്തെ വലിയ സംശയമൊന്നും ഉണ്ടായില്ല. ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഏത് ആംഗിളിലേക്ക് പോകുന്നു നമുക്കറിയണം അല്ലേ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സെൻട്രോയിഡിനെ കണ്ടുപിടിക്കണം. അപ്പോൾ സെൻട്രോയിഡ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ ഓഫ് പോൾസ്, അതായത് 0 പോൾസ് /2. ആൻസർ ഈസ് 0. അപ്പോൾ സെൻട്രോയിഡും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇവിടെ സെൻട്രോയിഡും എന്ത് തന്നെയാണ്? 0. സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ദെൻ അടുത്ത ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്സ് കണ്ടുപിടിക്കുക. എന്താണ് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്സ്? θ1. θ1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2 × 0 + 1/p - z. എത്രയാണ്? 2. അപ്പോൾ 180/2 ഉത്തരം 90. അപ്പോൾ θ2 വിൽ ബി 270. അപ്പോൾ 90 270 ആണ് നമ്മളുടെ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് എവിടെ നിന്നാണ് പ്ലോട്ട് ചെയ്യുന്നത് പറഞ്ഞു? സെൻട്രോയിഡിൽ നിന്ന് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് പ്ലോട്ട് ചെയ്യണം. അപ്പം ഈ +90-ലേക്കും -90-ലേക്കും ആണ് നമ്മൾ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ പോൾസ് ഒറിജിനൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതാണ് കൺസെപ്റ്റ്. പോൾസ് ഒറിജിനൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ. ഇങ്ങനെ റിപ്പീറ്റഡ് പോൾസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഇവിടുത്തെ സെൻട്രോയിഡ് 0 ആണ്. ബ്രേക്ക് പോയിൻ്റോ
ബ്രേക്ക് പോയിൻ്റ് എവിടെ വരുന്നത്? ബ്രേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ ബ്രേക്ക് പോയിൻറ്റ് 1 + g(h)(s) എടുക്കണം. 1 + s² എന്ന് എടുക്കുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുമ്പോൾ അഗെയിൻ s = 0 തന്നെയല്ലേ വരിക. അപ്പം എസ് പിന്നെയും 0 തന്നെ. അപ്പോൾ ബ്രേക്ക് പോയിൻറ്റും എത്ര തന്നെയാണ്? 0 തന്നെയാണ്. അപ്പം ബ്രേക്ക് പോയിൻറ്റും സെൻറ്റർ പോയിൻറ്റും കോയിൻസൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് ഏതിലെയാണ് പോവുക? അസിംപ്ടോട്ടിലാണ് പോവുക എന്ന് പഠിച്ചു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അസിംപ്ടോട്ട്. സോ യുവർ ബ്രാഞ്ചസ് വിൽ ഗോ അലോങ് യുവർ അസിംപ്ടോട്ട്. അപ്പോൾ അസിംപ്ടോട്ട്സിലെ ബ്രാഞ്ചസ് ലീവ് ചെയ്യും. സോ ദിസ് വിൽ ബി യുവർ റൂട്ട് ലോക്കസ്. ക്ലിയർ? ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം ഇതിൻ്റെ കൂടെ തന്നെ പറയാം. g(h)(s) = k/s³. പോൾസ് 3, z 0, 3 ബ്രാഞ്ചസ് വിൽ ടെൻഡ് ടു ഇൻഫിനിറ്റി. ശരിയല്ലേ? ഇവിടുത്തെ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ തീറ്റ എത്ര വരിക? സെൻട്രോയിഡ് 0 നമുക്കറിയാം, കാരണം സെൻട്രോയിഡ് 0 കിട്ടും. അതുപോലെ ബ്രേക്ക് പോയിൻറ്റും ഏത് തന്നെയാണ് കിട്ടും? ഇങ്ങനെ 0 തന്നെയാണ് കിട്ടും. തീറ്റ ഏതൊക്കെ വരും? 2 × 0 + 1/3. p - z എത്രയാ? 3 അല്ലേ? അപ്പോൾ ഇൻറ്റു 180, 180/3 60. അപ്പോൾ 60യും 180യും 300 അപ്പോൾ നിങ്ങളൊരു റൂട്ട് ലോക്കസ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 പോൾസ് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുന്ന പോൾസ് എങ്ങനെയൊക്കെ പോകും? ഒന്ന് 60ലേക്ക് പോകും. ഇതാണ് നിങ്ങളുടെ 60, ഇതാണ് നിങ്ങളുടെ 180. 180 ഇങ്ങോട്ടേക്ക് 180യും ഇതാണ് നിങ്ങളുടെ എന്ത്? 300. ഓക്കെ. അപ്പം ബ്രേക്ക് പോയിൻറ്റും സെൻട്രോയിഡും 0 തന്നെ കിട്ടും. 0 തന്നെ കിട്ടുന്നത് കൊണ്ട് നിങ്ങളുടെ അസിംപ്ടോട്ടുകളിലെ തന്നെയായിരിക്കും നിങ്ങളുടെ ബ്രാഞ്ചസ് ലീവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബ്രാഞ്ചസ് അസിംപ്ടോട്ടിലെ പോവുകയാണ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. മനസ്സിലായില്ലേ? ഇത്തരത്തിലാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഒരു കാര്യം കൂടി ഓർക്കുക, നിങ്ങളുടെ പോൾസ് ഒറിജിനൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതേ പോയിന്റിൽ തന്നെയാണ്, എവിടെയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതേ പോയിന്റിൽ തന്നെ നമുക്ക് ബ്രേക്ക് പോയിന്റും കിട്ടും. അങ്ങനെയാണ് നമുക്ക് 0 കിട്ടുന്നത്. ചെയ്ത് നോക്കിയാലും കിട്ടും, ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് കൗണ്ടറായിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ക്വസ്റ്റ്യൻ, g(h) k/s⁴. k/s⁴. ഇത് നിങ്ങൾക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും. ഇവിടെ സിഗ്മ 0 ആണ്, ബ്രേക്ക് പോയിൻ്റ് 0 ആണ്, ഇവിടെ 4 പോളുണ്ട്, 0 0 ആണ്, p - z 4 അല്ലേ? അപ്പം ഗ്രാഫിക്കലി വരയ്ക്കുന്നതിന് മുമ്പ് തീറ്റ കണ്ടുപിടിക്കുക. തീറ്റ ഏതൊക്കെ വരും? ഇറ്റ് വിൽ ബി 45 വരും, 135 വരും, 225 വരും, 315 വരും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ ഇവിടെ 4 പോൾ, 1 2 3 4 പോൾ വരും. 4 ആംഗിളിൽ പോവും. ഇതൊക്കെ നമ്മൾ നേരത്തെ വരച്ചതല്ലേ, 4 ആംഗിളിൽ പോവും. അപ്പോൾ ആംഗിളിൽ പോവുക മാത്രമല്ല, ഇവിടെ സെൻട്രോയിഡും ബ്രേക്ക് പോയിൻറ്റും 0 ആയിരുന്നു. അപ്പം അസിംപ്ടോട്ടിലെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് എന്ത് ചെയ്യും? പോവും. അസിംപ്ടോട്ടിലെ നിങ്ങളുടെ ബ്രാഞ്ച് കാണും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് വരിക. ഇത് ബയാട്ടൊന്നും പഠിച്ച് പോകണ്ട, നിങ്ങൾക്കിത് സിമ്പിളായി ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത്തരത്തിലാണ് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇത് മനസ്സിലാവും. ഇത്തരത്തിലാണ് നിങ്ങളുടെ ഗ്രാഫ് വരുന്നത്. ക്ലിയർ? ഇനി വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. g(h) = k/s. k/s ആണ്. അതായത് ഇവിടെ പോൾ എത്രയാണ്? പോൾ 0. 0 ഉണ്ടോ? ഉണ്ട്. 1. ഏതാണ്? s = 0. അതായത് ഒരു ബ്രാഞ്ച് ഇപ്പോൾ 0 കൂടുതലാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ പോള് > 0 ആണെന്ന് പറഞ്ഞു, 1 ബ്രാഞ്ച് ടെർമിനേറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ 0 കൂടുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? 1 ബ്രാഞ്ച് ഒറിജിനേറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയണം 1 ബ്രാഞ്ച് ഒറിജിനേറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയിൽ. ഇൻഫിനിറ്റിയിൽ ഒരു ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഒരു ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഇവിടെ എന്താണുള്ളത്? ഒരു 0 ആണുള്ളത്. അപ്പോൾ ഇൻഫിനിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇൻഫിനിറ്റിയിൽ ബ്രാഞ്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകേണ്ടി വരും? 0ലേക്ക് പോകേണ്ടി വരും. അപ്പം റൂട്ട് ലോക്കസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും? 0ലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ? അടുത്തത് g(h) = k/s² ആണെന്ന് വിചാരിക്കും. ഇവിടെ 0s എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. പോൾസ് എത്ര? 0. z - p എത്ര? 2. അപ്പോൾ നമുക്ക് പറയാം എന്ത്? 2 ബ്രാഞ്ചസ് ഒറിജിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലേക്ക് ഒറിജിനേറ്റ് ചെയ്യും, എന്ത്? 0ലേക്ക് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് പോയിൻ്റ് ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാകുന്ന പോയിൻ്റാണ് എന്ത്? ബ്രേക്ക് ഇൻ പോയിൻ്റ്.
രണ്ട് സീറോൻ്റെ ഇടയിലുള്ള പോയിൻ്റ്. രണ്ട് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോസ് കൂടുതലാകുമ്പോഴാണ് ബ്രേക്ക് ഇൻ പോയിന്റുകൾ വരുന്നത് അല്ലേ. അപ്പം ഇവിടെ ബ്രേക്ക് ഇൻ പോയിൻറ്റിൻ്റെ ആംഗിൾ എത്ര വരിക? ആംഗിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ അതേ ആംഗിൾ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇവിടെ 1 + g(s) 1 + k² = 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് k² = 1 + ks = 0. dk/ds കാണണ്ടേ? അപ്പോൾ dk/ds = 0 കാണണം. dk/ds = 0 കാണണം. അപ്പോൾ dk/ds 0 കാണുമ്പോൾ you will be getting ± j/√k. will be getting ± j/√k. അതായത് നിങ്ങൾ കെക്ക് 0 കൊടുക്കുക. കെക്ക് 0 കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ ആക്സിസിലെ വാല്യൂ. അപ്പം നിങ്ങളുടെ എസ് എങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. ഇനി നിങ്ങൾ കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുക. കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എസിൻ്റെ വാല്യൂ എത്ര വരും? 0 വരും. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ആംഗിൾസ്, ഈ കാര്യത്തിലും ആംഗിൾസ് എത്ര തന്നെയാണ് വരിക? അസിംപ്ടോട്ടിൻ്റെ ആംഗിളുകൾ തന്നെയാണ് വരിക. ഏതൊക്കെ? 2 അസിംപ്ടോട്ട് വരുമ്പോൾ എത്രയാണ്? 90ഉം 270ഉം. അപ്പം നിങ്ങളുടെ അസിംപ്ടോട്ടുകൾ എങ്ങോട്ടേക്കാണ് ലീവ് ചെയ്യുന്നത്? ഇതാ ഇങ്ങോട്ടേക്കാണ് അസിംപ്ടോട്ടുകൾ ലീവ് ചെയ്യുന്നത്. ഇവിടെ 2 സീറോസ് ഉണ്ട്. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. ക്ലിയർ? അപ്പം സീറോസിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് വന്ന് എങ്ങോട്ടേക്ക് എൻഡ് ചെയ്യണം? 0ലേക്ക് എൻഡ് ചെയ്യണം. അപ്പം ഇൻഫിനിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് വന്ന് എങ്ങോട്ടേക്ക് എൻഡ് ചെയ്യും? 0ലേക്ക് എൻഡ് ചെയ്യും. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, GH = k × s³. s = 3 ആണ്, p = 3 ആണ്. 3 ബ്രാഞ്ചസ് എങ്ങോട്ടേക്ക് ഒറിജിനേറ്റ് ചെയ്യും? ഒറിജിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. തീറ്റകൾ എന്തൊക്കെയാണ് വരിക? 60, 150. 60 അല്ല, -60 അല്ലേ വരിക? കാരണം ഇവിടെ അതുപോലെ തന്നെ നമുക്ക് -90 -270 വരിക. കാരണം p - z അല്ലേ. അപ്പോൾ p - 0 - 2 -2 എന്നല്ലേ വരിക. അപ്പോൾ -2 -90 -270. അതായത് എങ്ങനെ നോക്കിയാലും ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ അങ്ങനെ മൈനസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0ലേക്ക് വരുന്നത്. അങ്ങനെ മൈനസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ. അപ്പം ഇതും നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് ഒന്ന് 60ൽ, ഒന്ന് 180ൽ, 3 ഇല്ലേ? അപ്പം ഒരെണ്ണം എത്ര? 300ൽ. ഇത് 180, ഇത് 300, ഇത് 60. ഇത് 60ൻ്റെ ഡയഗ്രാം, ഇത് 300ൻ്റെത്, ഇത് എത്രയാണ്? 180ൻ്റെ. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതിലേക്കാണ് നമ്മൾ അസിംപ്ടോട്സ് വരച്ചത് അല്ലേ. അപ്പോൾ അസിംപ്ടോട്സ് ഇങ്ങനെ കിട്ടും. അസിംപ്ടോട്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് എവിടെ നിന്ന് എങ്ങോട്ട് വരും? ബ്രാഞ്ചസ് വിൽ കം ഫ്രം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വന്ന് പതിക്കും? നമ്മളെ 0. ഇവിടെ എത്ര 0 ഉണ്ട്? 1, 2, 3 സീറോസ് ഉണ്ട്. ശരിയല്ലേ? ഇൻഫിനിറ്റിയിലേക്ക് വന്ന് പതിക്കും. 0ലേക്ക് വന്ന് പതിക്കും ഇൻഫിനിറ്റിയിൽ നിന്ന്. ലൈക്ക് ദിസ് യുവർ റൂട്ട് ലോക്കസ് വിൽ ലുക്ക് ലൈക്ക്. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ റൂട്ട് ലോക്കസ് ഉണ്ടാവുക. ഈ കാര്യമാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു റൂട്ട് ലോക്കസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ കൺസെപ്റ്റിൽ ഇതാക്കും. വലിയ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വരയ്ക്കാനുള്ള കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് റൂട്ട് ലോക്കസിൻ്റെ കാര്യം കൃത്യമാണെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. വലിയ ക്വസ്റ്റ്യനുകളൊന്നും വരില്ല. ഇപ്പോൾ കണ്ട ചെറിയ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഗ്രാഫ് ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാം. അതിൻ്റെ ഫോർമുലകളും കംപ്ലീറ്റ് എങ്ങനെയാണ് വരുന്നത് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രാഫ് ഇല്ലാതെയും കണ്ടുപിടിക്കാം, ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ റൂട്ട് ലോക്കസ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. ഇനി റൂട്ട് ലോക്കസിൻ്റെ വേറൊരു ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് റൂട്ട് ലോക്കസിൽ കാര്യങ്ങൾ അറിയേണ്ടത്. ഇനി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.